നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സ്കിൻ ഡിസീസിനെ പറ്റി പറഞ്ഞു. അപ്പം ഈ എപ്പിസോഡിലും സ്കിൻ ഡിസീസിൻ്റെ മറ്റ് പല അതായത് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയുന്ന സിസ്റ്റത്തിനും ഇല്ല എന്ന് പറയുന്ന ഡോക്ടേഴ്സിനും അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ചെറിയ അസുഖത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒന്ന്, മിക്കവാറും നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ അരുമ്പാറ, മിക്കവാറും എല്ലാ ആളുകൾക്കും അരുമ്പാറ കാണാറുണ്ട്. ഈ അരുമ്പാറ വന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു കോസ്മെറ്റിക് സർജൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. അപ്പോൾ അത് വീണ്ടും വരും. അപ്പോൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും എപ്പോഴും നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് മരുന്ന് കൊടുക്കുക. അതേപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ വരുന്നതാണ് ആണി രോഗം, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് പറയുന്ന കോൺസ് എന്നാണ്. അതും ഈ പറഞ്ഞതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ വരുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് നടക്കാൻ വളരെ വേദനയായിരിക്കും, പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ അതിനും ഇത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? സർജറിയാണ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറില്ല. കാരണം ഇത് വീണ്ടും ഇങ്ങനെ ഡെഡ് സെല്ലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് കോൺസ് പോലെ, അത് ആണി പോലെ മൂർച്ച വെച്ചിട്ട് ഇത് മാംസപേശികളെ ഇത് നടക്കുമ്പോഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവും. അപ്പോൾ ഇതിന് നമുക്കൊരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് വേണം. കാരണം ഇതൊരു പെർമനൻ്റായിട്ട് നിൽക്കാൻ. ഇപ്പോൾ ഉദാഹരണം, അരുമ്പാറയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് ഇൻറ്റേർണലായിട്ട് മെഡിസിൻസ് കൊടുത്തിട്ട് എക്സ്റ്റേണൽ ഇട്ട് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകുന്നത് തന്നെ കാണാം. പിന്നെ അതുപോലെ തന്നെ കോൺസ്, ഈ ആണി ഇതുപോലെ തന്നെ അകത്ത് മരുന്ന് കഴിച്ചിട്ട് പോകുന്നത് കാണാം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾക്ക് അടുത്ത് എന്നെ സമീപിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെയും ഒരു ക്വാളിഫൈഡ് ഡോക്ടർ, ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതിനുള്ള പ്രതികാരം ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അപ്പം അകത്ത് കഴിക്കാനും പുറത്ത് കഴിക്കാനും ഒന്നല്ലെങ്കിൽ 2 മാസം കൊണ്ടിത് പരിപൂർണമായിട്ട് മാറിക്കാണുന്നുണ്ട്. എൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒരുപാട് ധാരാളം പേഷ്യൻസ് വരുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ തെറാപ്പി എല്ലാത്തിനും ആവശ്യമായതുപോലെ ഇതിനും ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ വൈറ്റമിൻ കൊണ്ട് മാറുമോ എന്നൊരു സംശയം, ആ ഡെഫിഷ്യൻസിയും പലത് കൊണ്ടുവരാം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാം. അത് പല രീതിയിലുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും വരും. അപ്പോൾ ഇതേപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.